എൻ്റെ പേര് ചിൻഷ. ഞാൻ ട്രിവാൻഡ്രമാണ് സ്വദേശം. ബേസിക്കലി ഞാനൊരു ഇൻവെസ്റ്റർ ആയിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ 2007 മുതൽ മാർക്കറ്റിലുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ കേട്ടതും കണ്ടതും എന്തെങ്കിലുമൊക്കെ ന്യൂസൊക്കെ കേൾക്കുന്ന വെച്ചിട്ടങ്ങ് എടുക്കും. അടിച്ചാലടിച്ചു, ഇറങ്ങിപ്പോയി അങ്ങനെ ഒരു രീതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ റിസഷനൊക്കെ വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് ഫിനാൻഷ്യൽ ആവശ്യം വന്നപ്പോൾ അതങ്ങ് എക്സിറ്റ് ചെയ്തു. കോവിഡിനൊക്കെ ശേഷം, കോവിഡിൻ്റെ സമയത്ത് കോവിഡ് വന്നിട്ട് വീട്ടിൽ ഇരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എനിക്ക് കോവിഡ് വന്നിട്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന് കുറച്ചൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ വന്നപ്പം വീണ്ടും പഴയ പോലെ നോക്കിയാൽ എന്ത് എന്ന് പറഞ്ഞ് പഴയ അക്കൗണ്ട് ഷെയർ ഖാനിലായിരുന്നു അക്കൗണ്ട്. അപ്പോൾ അത് ഓപ്പൺ ആക്കിയിട്ട് നോക്കിയപ്പോഴത്തേക്ക് അന്ന് കിടന്നെല്ലാം ഏകദേശം തറ ലെവലിൽ അറ്റപ്പറ്റി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ നിന്നപ്പം മറ്റേ മാർക്കറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ വായിച്ചും ഒക്കെ വന്ന് അവിടുന്ന് തുടങ്ങി. പിന്നെ കൂടുതൽ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് യൂട്യൂബ് ഇങ്ങനെ വീഡിയോസൊക്കെ പോയി, റീൽസ് പോയി, അങ്ങനെ ഒന്ന് ഡീറ്റെയിൽ പഠിക്കണം എന്ന് തോന്നി. അങ്ങനെ ആദ്യം ഓൺലൈനായിട്ടൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി 2-3 ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ തപ്പി അങ്ങനെ വന്നതാണ് എൻട്രി. അപ്പം വിചാരിച്ചു എങ്കിൽ ഒന്ന് പഠിച്ച് എന്താണ് എക്സാക്റ്റായിട്ട് ഇവിടെ നടക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുമില്ല എന്നുള്ളത് പിന്നെ സെക്കൻഡറി. അപ്പോൾ അങ്ങനെ പഠിച്ചു വന്നപ്പോൾ ഞാൻ ഇത്രയും നാൾ ചെയ്തത് വെറും ഒരു താളം ചവിട്ടായിരുന്നു, ഒരു ലക്കിൻ്റെ പുറത്ത് ഓടിക്കൊണ്ടിരുന്നതാണ് എന്നുള്ള രീതിയിൽ മനസ്സിലായത്. പിന്നെ ഇൻവെസ്റ്റർ പോയിന്റിൽ അത് വർക്കൗട്ട് ആയതിൻ്റെ കാര്യം ലോങ് ടേം ആയതുകൊണ്ടായിരിക്കാം ഡാമേജ് ഇല്ലാതെ അങ്ങ് കയറിപ്പോയത്. പിന്നെ ഇവിടെ വന്ന് ഓരോ സെഷനായിട്ട് ബേസിക്സ് മുതൽ തുടങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് കാര്യമായിട്ട് മനസ്സിലായി. അങ്ങനെ വന്നപ്പോൾ ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി. അങ്ങനെ SMC-യിലേക്ക് എത്തി. കോഴ്സ് എടുത്തതിന് ശേഷം നമ്മളൊരു ബെയർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു ബെയർ മാർക്കറ്റ് ആയിരുന്നു. അപ്പോൾ ആ ബെയർ മാർക്കറ്റിൽ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ബെയർ മാർക്കറ്റിൽ ഇരിക്കുന്ന സമയത്ത് ആക്ച്വലി ഒരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ആ ബെയർ മാർക്കറ്റിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ? ആദ്യം ഒരു ബെയർ മാർക്കറ്റിലൂടെയാണ് ഞാൻ മാർക്കറ്റിലേക്ക് തിരിച്ചു വരുന്നത്. അതായത് ഞാൻ നിർത്തി പോകുന്ന സമയത്ത് റിസഷൻ്റെ സമയമാണ്. അപ്പോൾ അന്ന് റിസഷനുമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ നിർത്തിപ്പോയത്. എൻ്റെ ഒരു പേഴ്സണൽ റിക്വയർമെൻ്റ് കാരണം ഞാൻ എക്സിറ്റ് ചെയ്തത്. അന്ന് റിസഷൻ്റെ ഇമ്പാക്റ്റ് പോലും അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് കോവിഡ് ടൈമിലാണ്. അപ്പോൾ അന്ന് നേരത്തെ ഉണ്ടായിരുന്ന 1-2 ഷെയറുകൾ മറന്നുപോയി, അവിടെ വിട്ട് പോയ ഷെയറുകളുടെ ഹിസ്റ്ററി വായിച്ചും അപ്പോഴത്തെ കറണ്ട് എക്സ്പീരിയൻസ് വെച്ചിട്ടും മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ആ റിസഷൻ ടൈം അല്ലെങ്കിൽ കോവിഡ് ടൈമിലുണ്ടായ ഇംബാലൻസ് അല്ലെങ്കിൽ ആ ബെയറിഷ് മാർക്കറ്റിൽ നടക്കുന്ന ഡിഫറൻസ് തിരിച്ചറിഞ്ഞപ്പോൾ കുറച്ചുകൂടെ പോസിബിലിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലായി. ഒന്ന് പഠിക്കാനായിട്ട് വന്ന് പഠിച്ചൊക്കെ വന്ന് കുറച്ചുകൂടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു, സ്വിങ് ആയിട്ട് ചെയ്തു, അല്ലാതെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാതെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമ്മളിപ്പം റീസെൻ്റ്ലി ഉള്ള ഒരു കറക്ഷൻ ഫേസിലേക്ക് പോയത്. പിന്നെ ബഹളമായി. അപ്പോഴും അങ്ങനെ ഒരു പാനിക് ആകാനായിട്ടുള്ളൊരു കാരണങ്ങളൊന്നും കണ്ടില്ല, ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയപ്പം ചാൻസസ് കിടപ്പുണ്ട്. ഇപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യണം, അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം എന്ന് ഉള്ളൊരു തോന്നൽ വന്നു തുടങ്ങി. ഡിപ്പിൽ പിടിക്കണം, എന്നിട്ട് കൂടെ കയറി പോകണം എന്നുള്ളത് ആ ഒരു ഐഡിയ അധികം പഠിപ്പിച്ചുള്ളത് കേട്ട് പഠിച്ചത് എക്സ്പീരിയൻസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയുണ്ട് നമ്മളുടെ കമ്മ്യൂണിറ്റി? എങ്ങനെയുണ്ട് കമ്മ്യൂണിറ്റി? കമൻറ്റബിൾ ആണ് കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നിയത് അവിടെ ഒരു വേറൊരു ലോകം ബിൽഡ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചുള്ളത്. ഞാൻ ഉണ്ണിസാറുമായിട്ട് ഞാൻ പേഴ്സണലി ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ടൈം ചോദിച്ചിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് തന്നെ. കാര്യം നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് വന്ന് അത് പ്രത്യേകിച്ചും മെൻറ്റേഴ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും അപ്രോച്ചും പറയാതിരിക്കാൻ വയ്യ. കാര്യം എൻ്റേത് ഒരു IT ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ ഒരുപാട് മെൻറ്റേഴ്സിനെ കണ്ടിട്ടുണ്ട്, ഞാൻ മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മളെയൊക്കെ ചിന്തിക്കുന്ന, ഇപ്പോൾ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ചിന്തിക്കുന്നത്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പിള്ളേർ എക്സൽ ചെയ്യണം, നമ്മുടെ ഇൻഫർമേഷൻ അതേപോലെ അല്ലെങ്കിൽ അതിനെക്കാട്ടിയും എക്സൽ ആക്കണം എന്ന് ചിന്തിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതേ ആറ്റിറ്റ്യൂഡിൽ വർക്ക് ചെയ്യുന്ന, അത്രയും സിൻസിയറായിട്ട് അത്രയും ബ്രോഡായിട്ട് മനസ്സ് വെച്ച് പഠിപ്പിക്കാനായിട്ട് കാണിക്കുന്ന മെൻറ്റേഴ്സ് അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. അത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസാണ്. ഇപ്പോൾ ഇത്ര മെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ആക്ച്വലി കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി മെൻറ്റേഴ്സിനെ പറ്റി കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10ഓളം മെൻറ്റേഴ്സ് ഉണ്ട്. ഈ മെൻറ്റേഴ്സിൽ ഒരു ഫേവറേറ്റ് മെൻറ്ററിനെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ആരുടെ പേരായിരിക്കും പറയുന്നത്? ഓരോരുത്തരും സ്പെഷ്യലൈസ് ചെയ്തേക്കുക. അതുകൊണ്ട് അങ്ങനെ ഫേവറേറ്റിസം എന്നുള്ള രീതിയെക്കാട്ടി ഉപരി 1-on-1 ഇൻട്രാക്ട് ചെയ്യാനായിട്ട് കംഫർട്ടബിളായിട്ടുള്ള 2-3 പേരുണ്ട്. അപ്പോൾ അതിൽ ഒരാളെ പറയുകയാണെങ്കിൽ വിഷ്ണു എന്ന് പറയുന്ന സാർ, പുള്ളിക്കാരൻ ഭയങ്കര സപ്പോർട്ടീവാണ്. ഒരു സൈക്കോളജിക്കലി നമുക്ക് അപ്രോച്ച് ചെയ്യാനായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ. കാര്യം സെല്ലിംഗ് ആയിരുന്നു ഞാൻ ആദ്യം ട്രൈ ചെയ്തതും. ഇതെന്താണെന്ന് ഒരു പിടുത്തമില്ലാതെ നിന്നപ്പം പുള്ളി അതിനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന് 1-on-1 പേഴ്സണലി ഫോണിൽ വോയിസ് നോട്ട് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞാൻ വന്ന് പേര് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി. കാര്യം അത്രയും ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളി പിന്നെ മുനീബ് സാറ് SMC-യുടെ കാര്യത്തിൽ
പുള്ളിയെ ഞാൻ തറയിൽ നിർത്തിയിട്ടില്ല. ആ രീതിയിൽ ഞാൻ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അത്രയും സപ്പോർട്ടാണ്. അത് ചിലപ്പോൾ ഒരു സെഷൻ കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പം സെഷൻസിൽ കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ഡൗട്ട് ചോദിക്കുമ്പോൾ അപ്പം റെസ്പോണ്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല. അവർ ഇത്രയും വരെ മെൻറ്റി ഉള്ള ആളാണ്. ഒരുപാട് ഡൗട്ടുകൾ ഒരു പേഴ്സണലി ചോദിക്കുന്നുണ്ടാവും. നെക്സ്റ്റ് ലൈവിന് ഞാൻ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ആ ലൈവിൽ ഞാൻ കയറി ചെന്ന് സാറിനെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അപ്പോഴും ടു ദ പോയിന്റ് നല്ല വ്യക്തമായിട്ട് ഇപ്പോഴും ഞാനൊരു അതാ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സപ്പോർട്ട് കിട്ടാറുണ്ട്. അപ്പം പിന്നെ ലൈവ് മാർക്കറ്റിൽ എന്താ പറയുക, ട്രേഡ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഗൈഡ് ചെയ്യാനായിട്ടും ബാസിം സാർ കോഴ്സിൽ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണെന്ന് ഓൾറെഡി ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ അകത്ത് തന്നെ എനിക്ക് മനസ്സിലായി. ഇപ്പം ഇനി നാളെ ഒരാൾ എവിടെ നിന്നാണ് ട്രേഡിങ് പഠിച്ചത്, എങ്ങനെ ഉണ്ടായി എന്നുള്ളത് പറയണം അല്ലെങ്കിൽ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കോഴ്സിനെ പറ്റി സജസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും എൻ്റെ ജൂനിയേഴ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. ഇന്ന കാര്യം ചെയ്യുന്നുണ്ടെന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിലോ അല്ലെങ്കിൽ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റൊരു കാര്യം സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു സ്ലിപ്പ് പോലെ സംസാരിച്ച് വരുമ്പോൾ ഒരു പോയിന്റ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ ഇന്ന സ്ഥലമൊക്കെ അന്വേഷിച്ച് ഓൺലൈൻ ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എൻട്രി ട്രൈ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. ട്രേഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ട്രേഡിങ്ങിലോട്ട് വരാനുള്ള ഒരു റീസൺ എന്തെങ്കിലും പറയാം? എന്താ പറയുക, മണി ഒരു ഭയങ്കര ഫാക്ടറാണ്. ജീവിക്കാൻ കാശ് വേണം. അതിനെക്കാട്ടിയും ഉപരി നമുക്കൊരു സ്പേസ് ഇന്ന സ്ഥലത്ത് ഇരുന്ന് തന്നെ വർക്ക് ചെയ്യണം. ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ വർക്ക് ചെയ്യണം. മീറ്റിങ്സ്, കോൾസ് എല്ലാം കഴിഞ്ഞ് നമ്മളൊരു നേരമാവും ചിലപ്പോൾ വീടെത്തും. പിന്നെ നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ല. അപ്പോൾ അതിനെക്കാട്ടിയും ആ ടൈം കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് മിനിമം ടൈമിൽ ഒരു 1 hour 2 hour നമ്മുടെ പരിപാടി തീർത്ത് കഴിഞ്ഞ് ബാക്കിയുള്ള എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോവാം. ഓക്കെ, താങ്ക് യു.